നമുക്ക് നൽകേണ്ടത് 205 കോടി രൂപയാണ്. ആകെ SSKക്ക് നൽകേണ്ട വിഹിതമെന്ന് പറയുന്നത് 1158 കോടി രൂപയാണ്. കേന്ദ്ര വിഹിതം തടഞ്ഞു വച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, അതുപോലെ SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള അടിയന്തര ആവശ്യങ്ങളായതുകൊണ്ട് കേന്ദ്ര വിഹിതം തടഞ്ഞു വച്ച അവസരത്തിലും സംസ്ഥാന ഗവൺമെൻറ് ആ കുട്ടികളെ സഹായിക്കുന്നതിനുമുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർബന്ധമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കാശ് ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു നില വന്നപ്പോഴാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുകയാണ്. PMC തന്നെയാണ് വിഷയം അദ്ദേഹത്തിന്റെ വാക്കുകൾ. വിഹിതം നൽകുന്നതിന് വേണ്ടി തയ്യാറായത്. ഒന്നാം ഘട്ടത്തിൽ 99 കോടി 27 ലക്ഷം രൂപ 2026 മാർച്ചിലും, രണ്ടാം ഘട്ടത്തിൽ മെയ് മാസം 20-ന് 106 കോടി രൂപയും നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴുവൻ ഫണ്ട് നമുക്ക് റിലീസാക്കി നൽകിയിട്ടില്ല. ഫലത്തിൽ 205 കോടി രൂപ പാസ്സാക്കിയെങ്കിലും 99 കോടി 27 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതും ചില അഡ്ജസ്റ്റ്മെന്റുകളും ഇതിന് വിധേയമാണ്. PM-ശ്രീയും ഈ തുകയുമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് SSKയും PM-ശ്രീ ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും കേരള സംസ്ഥാനം നടപ്പിലാക്കിയിട്ടില്ല. ഇതിവിടെ ഈ ലഭിച്ച കാശ് PM-ശ്രീയുടെ കാശായതുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കഴിയാത്തതെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും സൂചിപ്പിക്കുന്നത്. PM-ശ്രീ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടത് UDF-ലെ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമാണ്. എന്നാൽ അവരുടെ വാദം തെറ്റാണ്. 2026 മെയ് മാസം അനുവദിച്ച 106 കോടി രൂപ SSKക്ക് ഫണ്ടുണ്ടെന്ന് കൃത്യമായിട്ടുള്ള രേഖയാണ്, കൂടിയ രേഖയാണ്. അതുപോലെ തന്നെ 2026 മാർച്ചിൽ 99 കോടി 27 ലക്ഷം രൂപ SSKക്ക് വേണ്ടി അനുവദിച്ചതിന്റെ രേഖയാണ്. ഈ രണ്ട് രേഖയും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇത് പറഞ്ഞാൽ മാത്രം മതിയാവും. എങ്കിൽ തന്നെയും ഈ രണ്ട് തെളിവ് കൂടി, രേഖയും കൂടി ഞാൻ ഉന്നയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് PM-ശ്രീക്ക് വേണ്ടി ഫണ്ട് വാങ്ങി എന്നുള്ള തെറ്റായ പ്രചരണം അത് അവസാനിപ്പിക്കണം. അതിൻ്റെ രേഖകൾ ഇതാണ് പറയുന്നത്. ഈ മന്ത്രിമാരും ബഹുമാനപ്പെട്ട മറ്റു ആൾക്കാരും പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ സത്യസന്ധതയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലെ സമഗ്ര ശിക്ഷയുടെ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിംഗിൽ PM-ശ്രീയിൽ കേരളം ബാക്കി എല്ലാ കാര്യങ്ങളും, കേരളം SSKയുടെ കാര്യത്തിൽ ഞാൻ ആ പച്ചമഷിയിട്ട് മാർക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ PM-ശ്രീയുടെ ഒപ്പിടാത്തതുകൊണ്ട് ഫണ്ട് തരില്ല എന്നുള്ള നിലപാടാണ് അന്നും അവർ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണ്. എന്ന് മാത്രമല്ല, ഇതിന്ന് വച്ചിട്ടുള്ള എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയമാനുസരണം കേരള സംസ്ഥാനത്തിന് നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തരുന്നില്ലല്ലോ. അതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ലല്ലോ. അതിനേക്കാൾ വലുതാണോ ഈ PM-ശ്രീയിൽ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം? 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് തരുന്നത്. 265 സ്കൂളുകളാണ് ഉള്ളത്. നമ്മൾ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണോ ഇത് ക്യാപ്റ്റൻ അബേൻസിൽ വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്, ആ തീരുമാനവുമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് തുടർന്നുകൊണ്ട് പോകാം. BJP-യുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഈ PM-ശ്രീ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം എടുക്കാം. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇന്നിപ്പോൾ ക്യാബിനറ്റിന്റെ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് ഇന്നിപ്പോൾ സർക്കാരിന്റെ വാദം തെറ്റാണ്
ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ രേഖകൾ നൽകിയിരുന്നു. അതെന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചതിന്റെ ആ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു രേഖ പുറത്തു വന്നത് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മിനിറ്റ്സ് അത് വ്യക്തമാക്കുന്നു. PM ശ്രീയുമായി ബന്ധമില്ലാത്തതാണ് ഈ നിലവിൽ കേരളത്തിന് അനുവദിച്ച തുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണ് വസ്തുത എന്ന് നിൽക്കുമ്പോഴാണ് ഇത് വീണ്ടും PM ശ്രീ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് മാത്രമാണ് ഈ തുക ലഭിച്ചത് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം UDF സൃഷ്ടിക്കുന്നത്. PM ശ്രീയും SSK യാതൊരു ബന്ധവുമില്ല. അത് ഒട്ടും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2 SSK മുഖാന്തരം 92 കോടി രൂപയൊക്കെ അനുവദിച്ചതിൻ്റെ ഞാൻ രേഖ കാണിച്ചല്ലോ. അതിൽ ഒരു സ്ഥലത്ത് പോലും PM ശ്രീയുടെ കാര്യം പറയുന്നില്ല. 2 പ്രോജക്റ്റാണ്. SSK പണ്ടുകാലം മുതലുള്ള പ്രോജക്റ്റാണ്. SSKയുടെ പ്രോജക്റ്റിൽ പറയുന്നത് കുട്ടികളുടെ യൂണിഫോമും പാഠപുസ്തകവും അതുപോലുള്ള കാര്യങ്ങളാണ്. അത് സമയത്തിന് കേന്ദ്ര ഗവൺമെന്റിന് കാശ് കിട്ടാതെ വന്നപ്പോൾ കേരള സംസ്ഥാനം ചെലവഴിക്കുകയാണ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത്. ആ അഡ്വാൻസാണ് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. UDFന്റെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പോലെ PM ശ്രീ എന്നുള്ള നിലയിൽ ഒരു കാശ് പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കേരളം വാങ്ങിയിട്ടില്ല. അനുവദിക്കപ്പെട്ടുള്ള കാശ് ഞാൻ പ്രത്യേകം ഈ രേഖ തന്നെ ഹാജരാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നടപടിയിൽ നിന്ന് ഈ കള്ളപ്രചരണത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിന് ഏതെങ്കിലും തരത്തിൽ അതായത് മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾ നിർബന്ധിതരായി ഈ പദ്ധതിയിൽ തുടരാൻ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നം ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൽ സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്നങ്ങ് കരുതുന്നുണ്ടോ? മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഒരു നിയമപ്രശ്നവുമില്ല. കേരള സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചും കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ചും ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവും ഇല്ല. അത് സംസ്ഥാനം വിദ്യാഭ്യാസം തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വ സംസ്ഥാനത്തിനായതുകൊണ്ട് തന്നെ തീരുമാനിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് എത്രയോ കോടി രൂപ തരാനുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഒരു പ്രോജക്റ്റ് നയപരമായി തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അതിൽ പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇത് പ്രശ്നം BJPയുമായി ചേർന്നുകൊണ്ട് BJPയുടെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കണോ വേണ്ടോ എന്നുള്ള സംഗതിയാണ്. അതിന് താല്പര്യം അവർക്കുണ്ട്. അത് ഗവർണറുമായി ഒത്തുകളിച്ചുകൊണ്ട് സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ്. സംസ്ഥാനത്തിന്റെ SSK ഫണ്ടാണ് PM ശ്രീയുമായി അതിന് ബന്ധമില്ല. നേരത്തെ നമ്മളോട് വി ശിവൻകുട്ടി പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് ശ്രീ വി ശിവൻകുട്ടി. എന്തായാലും ആ വിവാദം അതുകൊണ്ടൊന്നും കെട്ടടങ്ങാൻ പോകുന്നില്ല എന്ന് തന്നെ വേണം തുടർ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.